ഹേ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞങ്ങൾ എങ്ങോട്ടാണ് പോകണതെന്ന് വെച്ചാൽ നമ്മളുടെ പഴശ്ശി രാജ മ്യൂസിയം കാണാൻ വേണ്ടി പോവാണ്. ഇവിടെ ലൊക്കേഷൻ വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ കോഴിക്കോട് ഈസ്റ്റ് ഹില്ലായിട്ടാണ് ലൊക്കേഷൻ വരുന്നത്. അതായത് നമ്മളെ ഗവൺമെൻറ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനൊക്കെ അടുത്തായിട്ട് വരും കേട്ടോ. നമ്മളെ കേന്ദ്രീയ വിദ്യാലയ റോഡിലാണ് ഇതിൻ്റെ ഒരു ലൊക്കേഷൻ വരുന്നത്, പ്രോപ്പറായിട്ട് പറയാനാണെങ്കിൽ. പിന്നെ ഇവിടെ ജനറലി മൺഡേയ്സ് ക്ലോസ് ആണ്. പിന്നെ ചൊവ്വ തൊട്ട് ഞായർ വരെ രാവിലെ 9 തൊട്ട് 4:30 വരെയാണ് കേട്ടോ ഈ ഒരു മ്യൂസിയത്തിൻ്റെ എന്താ പറയുക വർക്കിംഗ് ഹവേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഈ ആർട്ടിഫാക്ട്സിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അതായത് നമുക്ക് ആൻഷ്യൻ കോയിൻസ്, പോട്രി, ബ്രോൺസ്, അതുമാതിരി സ്കൾപ്ചേഴ്സ്, ട്രൈബൽ ആർട്സ്, വെപ്പണറി, അങ്ങനെ വേണ്ട സകലമായ സാധനങ്ങളുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഇത് എന്താ പറയുക ഇങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടു നടക്കുന്നത്. പിന്നെ പറയാനാണെങ്കിൽ നമ്മളിപ്പോൾ കയറുന്ന സമയത്ത് തന്നെ നമ്മൾ എന്താണ് ഈ എൻട്രി ഫീസ് നമുക്ക് വരുന്നുണ്ട്. അത് അഡൾട്ട്സിനാണെങ്കിൽ 30 രൂപയും പിന്നെ കുട്ടികൾ 12 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് 10 രൂപയായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് മൊബൈൽ ക്യാമറയൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു 10 രൂപ കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു എൻട്രി പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇതാ നമ്മുടെ ഈ ഒരു മ്യൂസിയം 1976 ഓപ്പൺ ആയിട്ടുള്ളത്. പിന്നെ ഈ മ്യൂസിയം മെയിനായിട്ട് മാനേജ് ചെയ്യുന്നത് നമ്മുടെ കേരള സ്റ്റേറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റാണ്. സോ വൺസ് അത് ഓപ്പൺ ആയതിനു ശേഷം പിന്നീടുള്ള ഈ ഫെർദർ ഇംപ്രൂവ്മെൻറ്റ്സും ഈ ബിൽഡിങ്ങിൻ്റെ റിനോവേഷൻസും കാര്യങ്ങളൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത് കേരള ഗവൺമെൻറ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ എന്താ പറയുക വർത്തമാനം പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മളെ മ്യൂസിയം ഒന്ന് കണ്ടിട്ട് വരി. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ പഴശ്ശി രാജ ആർക്കിയോളജി മ്യൂസിയത്തിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങൾ. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ അടുത്ത് തന്നെയായിട്ടൊരു ചെറിയൊരു
ചിൽഡ്രൻസ് പാർക്കുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഇവിടെ പുറത്ത് തന്നെയായിട്ട് ഇങ്ങനെ കേരളത്തിലെ ചിത്രശലഭങ്ങൾ എന്ന് പറഞ്ഞ വലിയൊരു ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ഒരുപാട് വെറൈറ്റി ഓഫ് എന്താ പറയുക ബട്ടർഫ്ലൈസ് ഉണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ കാണാത്ത കുറേ ടൈപ്പ് ഓഫ് എന്താ പറയുക നമ്മളെ ബട്ടർഫ്ലൈസ് ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ അത് മാത്രമല്ല ഇവിടെ ഇതേമാതിരി ഒരു ഊഞ്ഞാൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ ആടാനൊക്കെ നോക്കി. കാരണം പിന്നെ ഇവളെ മാത്രമേ കയറ്റുള്ളൂ, നീനുവിനെ മാത്രമേ നമ്മൾ ഈ ഊഞ്ഞാലും കയറ്റുള്ളൂ. കാരണം എന്താ പറയുക വെയിറ്റ് ലേശം കുറവായതുകൊണ്ട്. കാരണം എന്താ വെച്ചാൽ തൊട്ടപ്പുറത്ത് ഒരു ഊഞ്ഞാൽ പൊട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഇക്കൊക്കെ കയറണം എന്നൊരു പ്ലാനിങ് ഉണ്ടേനി. പിന്നെ വിചാരിച്ച് വെറുതെ എന്തിനാ മൂക്കും കുത്തി വീണുണ്ടെങ്കിൽ പിന്നെ അതിന് കൊണ്ടു നടക്കണ്ടേ. അപ്പം പിന്നെ അതുകൊണ്ട് ഞാൻ പിന്നെ അതിനൊന്നും മെനക്കെട്ടില്ല. അപ്പം പിന്നെ ഓവറോളായിട്ട് പറയാനാണെങ്കിൽ ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഭംഗിയാണ്. പിന്നെ ഞാനിപ്പോൾ ഇരിക്കാൻ പോണ സാധനം ഉണ്ടല്ലോ, ഇതൊന്നും ആക്ച്വലി ഞാൻ തലകുത്തി വിടേണ്ടതേനു. കാരണം അതിങ്ങനെ ഇളകി കൊണ്ട് നിൽക്കുന്നുണ്ട്. അതായത് താഴെ ബേസ് ഒരു പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇളകി കളിക്കുന്നുണ്ടേനു. അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് അവിടെയൊക്കെ ഇരുന്ന് കളിച്ച് നേരം ഞങ്ങൾ നേരെ റിട്ടേൺ പോവുകയാണ് കേട്ടോ. ഇവിടെ മൊത്തത്തിൽ പറയാനാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലാണ് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുള്ളതും ഓർഗനൈസ് ചെയ്തിട്ടുള്ളതും ഒക്കെ. അപ്പോൾ ഗൈസ്, അതൊക്കെയായിരുന്നു നമ്മളുടെ ഇന്നത്തെ മെയിൻ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ശരിക്കും പറഞ്ഞാൽ ഒരു മ്യൂസിയം ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഇത് ഞങ്ങൾ ആദ്യമായിട്ടല്ല കാണുന്നത്, പക്ഷേ ഇതുമാതിരി വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വിചാരിച്ച ഏതായാലും ഒന്ന് വന്നിട്ട് മൊത്തത്തിലൊന്ന് വീഡിയോ എടുത്ത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മൾ മെയിനായിട്ട് വന്നതെന്ന് ഇവിടെ. പിന്നെ പറയാനാണെങ്കിൽ ഇപ്പോൾ കോഴിക്കോട് ഉണ്ടായിട്ടും ഈ ഒരു മ്യൂസിയം കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോയി കാണുക കേട്ടോ. കാരണം മസ്റ്റായിട്ട് നമ്മൾ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. അപ്പോൾ എന്താ കൂടുതൽ വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച്.